അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. സൂറത്തുൽ മാഇദയിലെ 70-71 ആയത്തുകളുടെ തഫ്സീറാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മുൻപത്തേതുപോലെ യഹൂദികളെക്കുറിച്ചാണ് പരാമർശം. അള്ളാഹു പറയുന്നത്, ബനു ഇസ്രായേല്യരുമായി നാം കരാറിലേർപ്പെട്ടു. അങ്ങനെ അവരിലേക്ക് ഒരുപാട് ദൂതന്മാരെ നാം അയച്ചു. അവർക്കിഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പറയുന്ന ഏതു പ്രവാചകൻ വന്നാലും ഒന്നുകിൽ അവർ നീചമായി ആക്ഷേപിക്കും, കള്ളനാക്കും, അതല്ലെങ്കിൽ നിഷ്ഠൂരമായി അവരെ കൊല ചെയ്യുകയും ചെയ്യും. ഇതാണ് ബനു ഇസ്രായേല്യരുടെ സ്ഥിരമായൊരു സ്വഭാവം. അവർ നനച്ചു വെച്ചത് അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണവും അവരെ ബാധിക്കില്ലെന്നായിരുന്നു. അങ്ങനെ നാം അവരെ അന്ധരും ബധിരരുമാക്കി മാറ്റി. പക്ഷേ പിന്നീട് അവർ തൗബ ചെയ്തപ്പോൾ നാം അവർക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കുകയും ചെയ്തു. പക്ഷേ വീണ്ടും അവരിൽ നിന്ന് വേണ്ടാധീനങ്ങൾ വന്നപ്പോൾ അവരെ വീണ്ടും അന്ധരും ബധിരരുമാക്കി നാം. അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നാം, അള്ളാഹു പറയുന്നു, അള്ളാഹു കൃത്യമായി അറിയുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഖദ് അഖദ്നാ മീസാക ബനീ ഇസ്രായീല വഅർസൽനാ ഇലൈഹിം റുസുല കുല്ലമാ ജാഅഹും റസൂലുൻ ബിമാ ലാ തഹ്വാ അൻഫുസുഹും ഫരീഖൻ കദ്ദബു വഫരീഖൻ യഖ്തുലൂൻ. ലഖദ് അഖദ്നാ മീസാക ബനീ ഇസ്രായീല. ബനൂ ഇസ്രായേല്യരുടെ കരാറിനെ, ഉടമ്പടിയെ നാം എടുത്തു. വഅർസൽനാ ഇലൈഹിം റുസുല. അവരിലേക്ക് ഒട്ടേറെ ദൂതന്മാരെ, പ്രവാചകന്മാരെ നാം അയച്ചു. പക്ഷേ കുല്ലമാ ജാഅഹും റസൂലുൻ ബിമാ ലാ തഹ്വാ അൻഫുസുഹും, അവരുടെ മനസ്സിനിണങ്ങാത്ത ഏതു പ്രവാചകൻ വന്നാലും ഫരീഖൻ, അവരിൽ ഒരു വിഭാഗത്തെ കദ്ദബു, അവർ കളവാക്കും. ആ പ്രവാചകന്മാരിൽ ഒരു വിഭാഗത്തെ അവർ കളവാക്കും. ഫരീഖൻ, മറ്റൊരു വിഭാഗത്തെ യഖ്തുലൂൻ, അവർ കൊന്നു കളയുകയും ചെയ്യും. ലഖദ് അഖദ്നാ മീസാഖഹും ബിത്തൗഹീദി. അവരുമായി തൗഹീദിൻ്റെ കാര്യത്തിൽ നാം ഉണ്ടാക്കിയ കരാറിനെ നാം എടുത്തു, കരാറിൽ ഏർപ്പെട്ടു. വഅർസൽനാ ഇലൈഹിം റുസുല. അവരിലേക്ക് പ്രവാചകന്മാരെ നാം അയച്ചു. ലിയഖിഫൂഹും അലാ മാ യഅ്തൂന വമാ യദറൂന ഫീ ദീനിഹിം. അവർ അവരുടെ ദീനിൽ കൊണ്ടുവരുന്നതും ഒഴിവാക്കുന്നതുമായ കാര്യങ്ങളിൽ കൃത്യമായി അവരെ നിലനിർത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ശരി, എന്തൊക്കെയാണ് തെറ്റ്. കുല്ലമാ ജാഅഹും റസൂലുൻ. പക്ഷെ അവരിലേക്ക് ഓരോ പ്രവാചകന്മാർ വന്നാലും ജുംലത്തുൻ ഷർത്തിയ്യത്തുൻ വഖഅത്ത് സിഫത്തൻ ലി റുസുല. റുസുലൻ എന്ന തൊട്ടു മുമ്പുള്ള വാക്കിൻ്റെ സിഫത്തായിട്ട് വന്ന ഷർത്തിയായ ജുംലയാണ്. ഓക്കെ, അപ്പോൾ റുസുലൻ, പ്രവാചകന്മാരെ അയക്കും. എങ്ങനെയുള്ള പ്രവാചകന്മാർ? അവരിലേക്ക് ഓരോ പ്രവാചകന്മാർ വന്നാലും, അങ്ങനെ അർത്ഥമാക്കണം, ഓരോ പ്രവാചകൻ വന്നാലും കേട്ടോ. വഅർസൽനാ ഇലൈഹിം റുസുല, അവരിലേക്ക് നാം പ്രവാചകന്മാരെ അയച്ചു. ഇനി അതിൻ്റെ സിഫത്താണ് കുല്ലമാ ജാഅഹും റസൂലുൻ ബിമാ ലാ തഹ്വാ അൻഫുസുഹും. അവർക്കിണങ്ങാത്ത ഏത് പ്രവാചകന്മാർ വന്നാലും അവരൊന്നുകിൽ കൊല്ലും, അല്ലെങ്കിൽ കളവാക്കും എന്ന തരത്തിൽ നാം അവരെ പ്രവാചകന്മാരെ അയച്ചു, അല്ലെങ്കിൽ അങ്ങനെയുള്ളതായ പ്രവാചകന്മാരെ അയച്ചു. ഓക്കെ, വറാജിഉ മഹ്ദൂഫുൻ. അപ്പോൾ ഇവിടെ ഒരു ഇതിലേക്ക് റുസുലുൻ എന്നുള്ളതിലേക്ക് മടങ്ങുന്ന റാജ് കളയപ്പെട്ടിരിക്കുന്നു. ഐ റസൂലും മിൻഹും, അവരിൽ നിന്ന് പ്രവാചകന്മാർ, അവരിൽ നിന്നുള്ള ഓരോ പ്രവാചകനും, ആ റുസുലിൽ നിന്നുള്ള ഓരോ പ്രവാചകൻ. ബിമാ ലാ തഹ്വാ അൻഫുസുഹും, അവർക്കിഷ്ടമില്ലാത്തത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബിമാ യുഖാലിഫു ഹവാഹും, അവരുടെ താല്പര്യത്തിന് വിരുദ്ധമാകുന്ന ഒന്ന്. വയുലാദു ഷഹവാത്തിഹിം, അവരുടെ അമിതമായ അത്യാഗ്രഹങ്ങളെ എതിർക്കുന്ന. മിൻ മഷാക്കി തക്ലീഫി, എന്താണ് അവർക്ക് ഇഷ്ടമില്ലാത്തത്? തക്ലീഫ് അല്ലേ, അള്ളാഹു നിർബന്ധിക്കുന്ന കാര്യങ്ങൾ, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. വൽ അമലി ബി ശറാഇ, ശരീഅത്തിൻ്റെ കാര്യങ്ങളുണ്ടാവും, അതുമായി അത് പ്രവർത്തിക്കുക. ഇതൊന്നും അവർക്ക് ഇഷ്ടമില്ല. അത് പറഞ്ഞാൽ ഓല് കൊല്ലും, അല്ലെങ്കിൽ ശരിയല്ല, പോരാന്ന് പറയും. ഫൈൻ കുൽത്ത. അപ്പോൾ ചോദ്യം, ഇനി നമുക്ക് ലഫ്ലിയായ ചർച്ചയിലേക്ക് കിടക്കാം. കാര്യങ്ങൾ കിട്ടിയല്ലോ. ഇപ്പോൾ ഇവിടെ ഒരു ഷർത്തുണ്ട്. കുല്ലമാ ജാഅഹും റസൂലുൻ, അവരിലേക്ക് ഒരു പ്രവാചകൻ വന്നാൽ, ആ ഷർത്തിൻ്റെ ജവാബ് എവിടെ? ചോദ്യം തീർന്നിട്ടില്ല. എന്നിട്ട് ഓല് പറയാം, നിങ്ങൾ ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞപ്പോൾ അവിടെ വരാവുന്നൊരു മറുപടി
ഫരീഖൻ കദബു ഫരീഖൻ യക്തുലൂൻ എന്നാണ്, അത് പറ്റൂല എന്നാണ് പറയുന്നത്. ഫഇന്ന കൗലഹു ഫരീഖൻ കദബു ഫരീഖൻ യക്തുലൂൻ എന്നുള്ളത് നാബ അനിൽ ജവാബി, അത് ജവാബിൻ്റെ പകരം വന്നതല്ലേ? കാരണം ലിഅന്ന റസൂല അൽ വാഹിദ, ഇവിടെ നമ്മൾ കുല്ലമാ ജാഹും റസൂലുൻ, റസൂൽ എന്നാ പറഞ്ഞു. ഒരു പ്രവാചകൻ വന്നാൽ അവർ പ്രവാചകന്മാരിൽ ഒരു വിഭാഗത്തെ കൊല്ലും. അത് എങ്ങനെയാ വരിക? ഒരു പ്രവാചകൻ വന്നാൽ ഒരു വിഭാഗത്തെ കൊല്ലും, ഒരു വിഭാഗത്തെ കളവാക്കും, അത് ശരിയല്ലല്ലോ. അപ്പോൾ ലിഅന്ന റസൂല അൽ വാഹിദ, ഒരു റസൂല് ലാ യകൂനു ഫരീഖൈനി, രണ്ട് വിഭാഗങ്ങളായി മാറൂല അല്ലേ? അല്ലേ? ഇവിടെ ശ്രദ്ധിക്കുക, കുല്ലമാ ജാഹും റസൂലുൻ, അവരിലേക്ക് ഒരു പ്രവാചകൻ വന്നാൽ എന്നുള്ള ജവാബ്, ഷർത്തിൻ്റെ ജവാബ് ഫരീഖൻ കദബു എന്നായാൽ ഭയങ്കര തെറ്റല്ലത്. ഒരു പ്രവാചകൻ വന്നാൽ ഒരു വിഭാഗത്തെ കൊല്ലും, ഇതെന്ത് വർത്താനാണത്? ഒരു പ്രവാചകൻ വന്നാൽ ഒരു വിഭാഗത്തെ കൊല്ലും, മറ്റൊരു വിഭാഗത്തെ കളവാക്കും. അപ്പോൾ അത് ശരിയല്ലല്ലോ. പിന്നെ എന്തും പറ്റൂല. വൈനഹു ലാ യഹ്സുനു അൻ തഖൂല, പറയാനും പറ്റൂലല്ലോ. ഇൻ അക്രംത അഖി, എൻ്റെ സഹോദരനെ നീ ബഹുമാനിച്ചാൽ, അഹാക്ക അക്രംതു, നിൻ്റെ സഹോദരനെ ഞാൻ ബഹുമാനിച്ചു മാലിയിൽ. അതല്ല ഇപ്പോൾ ഇവിടെ വന്നത്. ഒരു പ്രവാചകൻ വന്നാൽ ഒരു വിഭാഗത്തെ അവർ കളവാക്കി. അതെന്താ? കളവാക്കും എന്നൊക്കെയാണെങ്കിൽ പിന്നെയും നടക്കുമായിരുന്നു, എങ്ങനെയെങ്കിലും ഇതാക്കാം. ഒരു പ്രവാചകൻ വന്നാൽ ഒരു വിഭാഗത്തെ കളവാക്കി. എൻ്റെ സഹോദരനെ നീ ബഹുമാനിച്ചാൽ നിൻ്റെ സഹോദരനെ ഞാൻ ബഹുമാനിച്ചു. ഇത് ശരിയാവുന്നില്ല. രണ്ട് നിലക്ക് ഇത് ശരിയാവുന്നില്ല. ഒന്ന് മാലിയാണെന്നുള്ള നിലക്ക് ശരിയാവുന്നില്ല, മറ്റൊന്ന് ഷർത്തിലുള്ള ആൾ ഒന്നാണ്, ജവാബിലുള്ളത് രണ്ട് വിഭാഗങ്ങളാണ്. അപ്പോൾ രണ്ട് വിഷയത്തിലും അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നു. മറുപടി, അതിനുള്ള മറുപടി ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട്, മറുപടി ഹുവ, ആ ജവാബ് മഹ്ദൂഫൻ, ജവാബ് കളയപ്പെട്ടിരിക്കുന്നതിൽ, യദുല്ലു അലൈഹി, അപ്പോൾ കളയപ്പെട്ടാൽ അതിനെ തെളിയിക്കുന്ന എന്തെങ്കിലും ആണല്ലോ നമ്മളുടെ ഇബാറത്തിൽ, അതിന് തെളിവാണ് അതിൽ, അല്ലെങ്കിൽ അതിനേക്ക് സൂചിപ്പിക്കുന്നതാണ് ഫരീഖൻ കദബു ഫരീഖൻ യക്തുലു. അല്ലാതെ ഫരീഖൻ കദബു ഫരീഖൻ യക്തുലു എന്നുള്ളത് ജവാബല്ല, അത് ജവാബിലേക്ക് അറിയിക്കുന്ന ഒരു കാര്യം മാത്രമാണ്. കഅന്നഹു ഖീല, അപ്പോൾ എങ്ങനെയാണ് ശരിക്കും പറഞ്ഞത്? കുല്ലമാ ജാഅഹും റസൂലും മിൻഹും, അവരിലേക്ക് ഓരോ പ്രവാചകൻ വന്നാലും നാസബൂഹു, അതിന് അവരെന്ത് ചെയ്തിട്ടുണ്ടാവും? വന്നപ്പോഴെല്ലാം നാസബൂഹു, അവരതിന് അദ്ദേഹത്തെ കുരിശിലേറ്റിയിട്ടുണ്ട്, തൂക്കിക്കൊന്നിട്ടുണ്ട്. ഓക്കെ. വഖൗലുഹു ഫരീഖൻ കദബു എന്നുള്ളത് ജവാബുൻ മുസ്തഅനിഫുൻ ലിഖാഇലി യഖൂലു, അത് പുതിയൊരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ്, ജവാബാണ്. എന്താ? അവിടെ നമ്മൾ ചോദ്യം നമ്മൾ തഖ്ദീർ ചെയ്യണം. കൈഫ ഫഅലു ബി റസൂലിഹിം, അപ്പോൾ അവരെന്താണ് അവരുടെ പ്രവാചകന്മാരോട് ചെയ്തത്? അങ്ങനെ ഒരു ചോദ്യം നമ്മൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മറുപടിയാണ് ഫരീഖൻ കദബു ഫരീഖൻ യഖ്തുലൂൻ എന്നുള്ളത്. അപ്പോൾ അടുത്തത് ലിമ ജി ഫൈൻ കുൽത്ത ലിമ ജി അബി അഹദിൽ ഫിഅലൈനി മാലിയൻ വബിൽ ആഖിരി മുളാരിയ, ഫരീഖൻ കദബു എന്നുള്ളിടത്ത് മാലി, ഫരീഖൻ യഖ്തുലൂ എന്നുള്ളിടത്ത് മുളാരിയാണ്. എങ്ങനെയാണ്? കുൽത്തു, മറുപടി, ജി അബി യഖ്തുലൂൻ, യഖ്തുലൂൻ എന്ന് പറഞ്ഞത് അല ഹിക്കായത്തിൽ ഹാലിൽ മാലിയ, മാലിയായ ഒരു വസ്തുവിനെ ഹിക്കായത്ത് ചെയ്യുന്നു എന്ന അർത്ഥത്തിലാണ്. ഹിക്കായത്ത് ചെയ്യുന്നത് കൊണ്ട് മാത്രം അത് മുളാരിയായതാണ് അല്ലേ? അള്ളാഹു പഴയ കാര്യങ്ങളെ എടുത്തു പറയുകയാണ് അല്ലേ? അപ്പം അങ്ങനെ മാലിയായ ഒരു സാധനത്തെ ഹിക്കായത്ത് ചെയ്യുന്നത് കൊണ്ട് മാത്രം മുളാരിയായതാണ്. ഇസ്തിഫ്ലാലിൽ കത്തിലി, മാത്രമല്ല കത്തിലിനെ ഒന്ന് മോശമാക്കണം. തക്ദീബ് മോശം തന്നെയാണ്, അതിനേക്കാൾ വലുതാണ് കത്തല്. അപ്പോൾ അതിനൊന്നും കൂടി മോശമാക്കാൻ വേണ്ടിയിട്ട് വസ്തിഹ്ലാറല്ലി തിൽക്ക ശനിഅത്തി തിൽക്കൽ ഹാലി ശനി അലി തഅജീബി മിൻഹ, മാത്രമല്ല ഈ വളരെ മോശമായി അവസ്ഥയെ നമ്മൾ എന്ത് ചെയ്യും? ഇസ്തിഹ്ലാർ ഹുദൂർ ഹാലിറാക്കുകയാണ്. ലി തഅജീബി മിൻഹ, ഇസ്തിഹ്ലാർ ഹാലിറാക്കുന്നു അഥവാ ഹാലാക്കുന്നു. എന്തിന്? ലി തഅജീബി മിൻഹ, അതിലേക്ക് അത്ഭുതം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതിനു വേണ്ടി കൊണ്ടുവന്നതാണ് മുളാരിയായിട്ട്. പിന്നെ മാലി ഹിക്കായത്താക്കുന്നു, കദബു എന്നുള്ളടത്ത് പച്ച മാലിയായിട്ട് കൊണ്ടുവന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഹസിബു, അവർ കരുതുന്നു, അല്ലാ തക്കൂന ഫിത്നത്തുൻ, ഒരു പരീക്ഷണവും അവർക്ക് എത്തില്ലെന്ന്. ഫഅമു, അങ്ങനെ ആ ഒരു വിശ്വാസത്തിൽ അവർ അന്ധരായി, വസമ്മു, അവർ ഭദിരരായി മാറി. സുമ്മ താബ അല്ലാഹു അലൈഹിം, പക്ഷെ പിന്നീട് അള്ളാഹു അവർക്ക് പൊരുത്തപ്പെട്ടു കൊടുത്തു. പിന്നെ അവർ വേണ്ടാധീനം ചെയ്തപ്പോൾ സുമ്മ അമു വസമ്മു, അമു വസമ്മു കസീറും മിൻഹും, അവരിൽ നിന്ന് മിക്ക ആളുകളും അമു വസമ്മു, അക്കലൂനി അൽ ബറാഗീസ് എന്ന് പറയുന്ന മാതിരി അമൂ കസീറും മിൻഹും എന്നാണ്. ശരിക്കും അമാ കസീറും മിൻഹു എന്നാണ് പറയേണ്ടത് അല്ലേ? ഫായിലിനനുസരിച്ച് ഫിഇലിൻ്റെ എണ്ണം ഫീലിൻ്റെ എണ്ണമല്ല, ഫീലിൻ്റെ അതിൻ്റെ ഉള്ളിലുള്ള മുസ്തത്തിറായ ലമീറിൻ്റെ എണ്ണം കൂടണ്ട. സമ്മ അമ കസീറും മിൻഹു എന്ന് പറഞ്ഞത്, ഇവിടെ അമൂ സമ്മു കസീറും മിൻഹു എന്നാണ്.
എന്തായാലും അള്ളാഹു ബസീറും ബിമാ യഅമലൂൻ, അവർ ചെയ്യുന്ന കാര്യങ്ങൾ അള്ളാഹുവിനറിയാം. കുരിയ അല്ലാ തക്കൂന എന്നുണ്ട് ബിൻ നസ്ബി അലല്ലാഹിരി. ഇവിടെ അവർ കരുതിയത് വസിബു അല്ലാ തക്കൂന നസ്ബായിട്ടുമുണ്ട്, അതുപോലെ തന്നെ അല്ലാ തക്കൂനു എന്ന് റഫ് ആയിട്ടുമുണ്ട്. നസ്ബാണെങ്കിൽ അലല്ലാഹിരി കാണുന്ന പോലെ തന്നെ അൻ ലാ തക്കൂന, അൻ എന്നുള്ളത് നസ്ബ് ചെയ്യുന്ന അദാത്താണ്, അൻ ലാ തക്കൂന. ഇനി റഫ് ഉണ്ട്, അപ്പോൾ അല അൻ എന്നുള്ളത് എന്തന്നല്ല, ആ നസ്ബ് ചെയ്യുന്ന അദാത്തായിട്ടല്ല, മറിച്ച് അൻ എന്നുള്ളത് സക്കീലയായ അന്നയുടെ മുഹഫഫായ രൂപം തഅക്കീദിൻ്റെ അദാത്തായിട്ടാണ്. അസ്ലുഹു അന്നഹു ലാ തകൂനു ഫിത്നത്തുൻ, അവർക്ക് പരീക്ഷണം ഉണ്ടാവില്ല എന്ന് അവർ കരുതി. വഖുഫിഫത്ത് അന്ന വഹുദിഫ ലമീറു ഷൈനി, അപ്പോൾ അവിടെ ഉണ്ടായത് അന്നഹു എന്നാണ്. അവിടെ അന്നഹു എന്നുള്ളിടത്ത് ലമീറു ഷൈന് കളയും ചെയ്തു, അന്ന എന്നുള്ളത് ഹഫീഫാക്കിയിട്ട് അന്ന് പറയുകയും ചെയ്തു. ഓക്കെ, അവർ കരുതി എന്നാണ് പറയുന്നത്. ഹസിബു, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അന്ന എന്നുള്ളത് തഅക്കീദാണ്, ഹസിബ എന്നുള്ളത് ഹുസ്ബാൻ്റെ മേലായിരിക്കും. തഅക്കീദ് എന്ന് പറഞ്ഞാൽ 100%, യക്കീനാണ്. ഹസിബ എന്നുള്ളത് 75%. തമ്മിൽ എങ്ങനെ ചേറിയ ഫൈൻ കുൽത്ത കൈഫ ദഖല ഫിഅലുൽ ഹുസ്ബാനി, ഹസിബു എന്നുള്ള ഒരു വിചാരം, കരുതൽ, ധാരണ എന്ന് പറയുന്ന 75% മാത്രമുള്ള ഒരു ഫീൽ എങ്ങനെ പ്രവേശിച്ചു അല അൻ ലി തഹ്കീക്ക്, 100%ഉള്ള തഹ്കീക്കിൻ്റെ മേൽ. ഹസിബു അന്നഹു എന്ന് പറയുന്നത് എന്താ, ശരിയല്ലല്ലോ. ഫഖുൽത്തു, അപ്പോൾ മറുപടി നുസ്സില ഹുസ്ബാനുഹും ലി ഖുവ്വതിഹി ഫി സുദൂരിഹിം, നമ്മൾ കേൾക്കുമ്പോഴാണ് അവർ കരുതുന്നു എന്ന് പറയുന്നത്. അവരുടെ മനസ്സിൽ അത് അവരുടെ ഉറപ്പാണ്, അവരുടെ മനസ്സിൽ അവർക്ക് ബലാ വരൂല എന്നുള്ളത് അവരുടെ ഉറപ്പാണ്. അതിനെ വെച്ചിട്ടാണ് അവരുടെ ഹസിബു എന്ന് പറഞ്ഞത്. നമ്മൾക്കാണ് അതൊരു പുറത്തുനിന്ന് നോക്കുമ്പോഴാണ് അത് ഹസിബായിട്ട് തോന്നുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അത് ഉറപ്പ് തന്നെയാണ്. നുസ്സില ഹുസ്ബാനുഹും, അവരുടെ വിചാരം ഇറക്കപ്പെട്ടു, ലി ഖുവ്വതിഹി ഫി സുദൂരിഹിം, അവരുടെ മനസ്സിൽ അതിന് ശക്തിയുള്ളത് കൊണ്ട്, മൻസിലത്തൽ ഇൽമി, ഇൽമ് എന്നുള്ള അറിയുക, ഉറപ്പ് എന്നുള്ള സ്ഥാനത്ത്. ഫൈൻ കുൽത്ത, അപ്പോൾ അടുത്ത ചോദ്യം, ഫൈന മഫ്ഊല ഹസിബ, ഹസിബ എന്ന് പറഞ്ഞാൽ അത് 2 മഫ്ഊലുള്ള ഒരു ഫെയിലാണല്ലോ, 2 മഫ്ഊൽ എവിടെ? കുൽത്തു, മറുപടി സദ്ദമാ യഷ്തമിലു അലൈഹി സിലത്തു അൻ വ അന്ന മിനൽ മുസ്നദി വൽ മുസ്നദി ഇലൈഹി മസദ്ദൽ മഫ്ഊലൈനി. അപ്പോൾ അതിൻ്റെ ശേഷമുള്ള നോക്കൂ, ഹസിബ അല്ലാ തകൂന ഫിത്നത്തുൻ എന്ന് പറയുന്ന മുസ്നദ് ഇലൈഹി, ഇതൊക്കെ പാടെ കൂടിയിട്ട് ആ ജുംലയാണ് അതിൻ്റെ 2 മഫ്ഊലുകൾ എന്നാണ് അവിടെ. ഓക്കെ, വൽ മായന, അപ്പോൾ മറുപടി എങ്ങനെയായിരിക്കും, അല്ല അതിൻ്റെ അർത്ഥം എങ്ങനെയായിരിക്കും? ഹസിബ ബനു ഇസ്രായേൽ, ബനു ഇസ്രായേലിയർ കരുതി, അന്നഹും ലാ യുസീബുഹും മിനല്ലാഹി ഫിത്നത്തുൻ, അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പരീക്ഷണവും ഇറങ്ങില്ല എന്നവർ കരുതി. ആ ഫിത്ന എന്ന് പറഞ്ഞാൽ ബലാ ഉൻ വാദാബും ഫിദ്ദുനിയ വല്ലാഖിറ. ഫഅമു അനിദ്ദീനി, അവർ ദീനിനെ കുറിച്ച് അന്ധരായി. വസമ്മോഹീന അബദു അൽ അജ്ല, അവർ പശുക്കുട്ടിയെ ആരാധിച്ചപ്പോൾ അവർ അസമ്മായി മാറി. സുമ്മത്താബു അൻ ഇബാദത്തിൽ ഇജ്ലി, പിന്നെ പശുക്കുട്ടി ആരാധിച്ചതിൽ അവർക്ക് ഖേദം തോന്നുകയും അവർ തൗബ ചെയ്യുകയും ചെയ്തു. ഫതാബ് അല്ലാഹു അലൈഹിം സുമ്മ അമു വസമ്മു കറത്തൻ സാനിയ, രണ്ടാമതും അവർ അങ്ങനെയായി മാറി. ഓക്കെ, എങ്ങനെയാണ് രണ്ടാമതും അവർ തെറ്റ് ചെയ്തത്? ബി തലബിഹിം അൽ മുഹാല, മുഹാലായ ഒരു കാര്യത്തെ അവർ തേടി. ഇവിടെയാണ് നമ്മുടെ ഇത്തിസാലിൻ്റെ ഒരു വിഷയം വരുന്നത്. നമുക്ക് പറയാം, ഗൈറൽ മഅഖൂലി ഫി സിഫാത്തില്ലാഹി തആല, അള്ളാഹുവിൻ്റെ സിഫത്തുകളിൽ നിന്ന് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു മുഹാലായ കാര്യം, അത് ഹുവർ റുഇയത്തു, അള്ളാഹുവിനെ കാണുക എന്നുള്ളത്. അവിടെ അഹ്ലുസുന്നത്ത് പറയുന്നത് റുഇയത്തുല്ലാഹി ജായിസത്തുൻ ഫിൽ അഖ്ലി എന്നാണ്. അള്ളാഹുവിനെ കാണുക എന്നുള്ളത് ജായിസാണ്, ദുനിയാവിലും ആഖിറത്തിലുമെല്ലാം ജായിസാണ് എന്നാണ്. മുഅ്തസില പറയുന്നത് ഇത് മുഹാലാണ് എന്നാണ്. ആ മുഹാലിനെയാണ് മുഫസ്സിർ കൊണ്ടുവന്നിട്ടുള്ളത്. മുഹാലാണ് എന്നാണ് മൂപ്പര് പറയുന്നത്, അള്ളാഹുവിനെ കാണൽ മുഹാലാണ് എന്നാണ്. ഓക്കെ, അപ്പോൾ പ്രത്യേകം മനസ്സിലാക്കുക. വക്കുരിയ ഉമു വസുമ്മു എന്ന് മോദിയിട്ടുണ്ട്. അമു വസമ്മു എന്നുള്ളതിന് പകരം ഒമു എന്നുള്ള മജ്ഹൂലായിട്ട് ബില്ലമ്മി, അവർ അന്തരാക്കപ്പെട്ടു, അവർ ബദ്രാക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അമാഹുമുല്ലാഹു വസമ്മഹും എന്നാണ്. റമാഹും വളറബഹും ബിൽ അമാ വസ്സമം, അമയും സമമും അള്ളാഹു അവർക്ക് എറിഞ്ഞു, അവരങ്ങോട്ട് ആക്കി. കമായുക്കാലു നസക്തുഹു എന്ന് പറയും, നസക്തുഹു എന്ന് പറയും. ഇതാ ലറബ്തുഹു ബിൻ നൈസക്ക്, നൈസക്ക് അടിയിൽ കാണാൻ പറ്റും, ചെറിയ ഒരു കുന്തം എന്നാണ് അർത്ഥം. നൈസക്ക് കൊണ്ട് അടിച്ചാൽ നസക്തുഹു എന്ന് പറയും. ഓക്കെ, അതേപോലെ തന്നെ റക്കബ്തുഹു എന്ന് പറയും. ഇതാ ലറബ്തുഹു ബി റുക്ബത്തിക്ക, മുട്ടും കൈ കൊണ്ട് അടിച്ചാൽ. ഓക്കെ,
കസീറും മിൻഹും. അടുത്തത് നോക്കൂ, കസീറും മിൻഹും. നിങ്ങൾ അക്കലൂനി അൽ ബറാഗീസ്, ശരിക്കും അക്കലനി അൽ ബറാഗീസു എന്നാണ്. പക്ഷേ ഒരു കൗലുണ്ട്, അൽഫിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ബറാഗീസ് ജം ആയതിനനുസരിച്ച് അക്കലനി ജമ്മാക്കിയിട്ട് അക്കലൂനി അൽ ബറാഗീസ് എന്ന് പറയുന്ന രീതി. അതേമാതിരിയാണ് ഇവിടെ കസീർ എന്ന് ജമ്മാക്കി ഉമു വസുമു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ബദലു മിന ലമീരി, ആ ലമീർ ഉമു വസുമു എന്നുള്ളതിലെ ലമീർ ഉണ്ടല്ലോ, ഹും എന്നുള്ള ലമീർ, ആ ലമീറിൻ്റെ ബദലായിട്ടാണ് കസീർ എന്ന് വന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഔ അലാ കൗലിഹിം അക്കലൂനി അൽ ബറാഗീസ് എന്ന കൗലിനനുസരിച്ച് അതിനെടുക്കുക. അല്ലെങ്കിൽ ഔ ഹുവ, 3 ഓപ്ഷൻസ് ആണുള്ളത്. ഔ ഹുവ ഖബർ മുബ്തദഇൻ മഹ്ദൂഫിൻ, ഒരു മുബ്തദഇനെ നമ്മളവിടെ സങ്കല്പിച്ചു കൊടുക്കുക. ഉലായിക, അവരാകുന്നത്, കസീറും മിൻഹും, അവരിൽ നിന്ന് മിക്ക ആളുകളും എന്ന്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.